Hello friends, welcome back to my new video. So friends, ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു കിടക്കാച്ച ആയിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ പോക്കോയുടെ പുതിയ ഫോണായ പോക്കോ X3 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫ്രണ്ട്സ്, അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്തുതരാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. So friends, അപ്പോൾ നമ്മുടെ പോക്കോ X3 ആദ്യം നമുക്ക് നമ്മുടെ പോക്കോ X3യുടെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ X3യുടെ ബോക്സ് ആണിത്. മുകളിൽ തന്നെ പോക്കോ എന്ന് പറയുന്ന അവരൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ദെൻ X3 പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഫോണാണ് നമ്മുടെ. പിന്നെ ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് അവരുടെ ഇതും കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ നമ്മുടെ പോക്കോ X3. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് പോകുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പ്രൊസസർ നോക്കുകയാണെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 732Gയുടെ ഒരു പ്രൊസസറാണ് ഇതിൽ വരുന്നത്. പിന്നെ 6000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. ഒരു അടിപൊളി കപ്പാസിറ്റി വേണമെങ്കിൽ പറയാം. നമ്മുടെ പോക്കോ X2 നോക്കുകയാണെങ്കിൽ 4500 4500 mAh ബാറ്ററി ആയിരുന്നു. പക്ഷേ നമ്മുടെ പോക്കോ X3 അവർ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, 6000 mAh ആണ്. ദെൻ ഒരു 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും സപ്പോർട്ടഡ് ആണ്. പിന്നെ ഒരു നമ്മുടെ ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിലെ സോണിയുടെ ഒരു ക്യാമറയാണ് നമ്മുടെ പ്രൈമറി ക്യാമറ വരുന്നത്. ദെൻ 120 Hz ഒരു റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ബോക്സിൽ നിന്ന് നേരെ അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ പോക്കോ എന്ന് ടൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആ ബോക്സിൽ എന്താ വരുന്നത് നോക്കാം. ഒരു TPU കേസ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു യൂസർ മാനുവലും അവൈലബിൾ ആണ്. പിന്നെ ഒരു സിം ടൂൾ ഇജക്ടർ ആണ് ഇതിനോടൊപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നമ്മുടെ പോക്കോ X3 മൊബൈൽ ഫോൺ ആണ്. സോ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമ്മുടെ ഇപ്പോൾ പോക്കോ X3യോടൊപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 11 വോൾട്ട് ആൻഡ് 3 ആംപിയറിന്റെ 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ദെൻ ഒരു C ടൈപ്പ് കേബിൾ ആണ്, ഒരു വൈറ്റ് കേബിൾ ആണ് നമ്മുടെ ബോക്സിൽ വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫോണിന്റെ സെക്ഷനിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പോക്കോ X3 ഒരു ബ്ലൂ കളറാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂ കളർ വാരിയന്റ് ആണ്. നല്ലൊരു പ്ലാസ്റ്റിക് ആണ്, ബാക്കിൽ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബ്ലൂ ഷേപ്പ്, ഒരു ഗ്രേഡിയൻ ടൈപ്പ് ഒന്ന് വരുന്നുണ്ട്. അതായത് വെയിലടിക്കുമ്പോൾ ഒരു സൺഷൈൻ അടിക്കുമ്പോൾ കളർ മാറി നിങ്ങൾക്ക് കാണാം. ദെൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ പോക്കോയുടെ ലോഗോ ഇവിടെ ഭയങ്കര സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഭയങ്കര സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ആ ഒരു കളർ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ലുക്ക് നമ്മുടെ ഫോണിന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിലേക്ക് ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ദെൻ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ദെൻ ഇതിന്റെ ഡിസൈനിങ് കാര്യമൊക്കെ നോക്കിടുമ്പോൾ നമ്മുടെ ഫോൺ നമുക്ക് നേരെ ബൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ പോക്കോ എന്ന് പറയുന്ന ഒരു പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണിക്കുന്നതാണ്. ദെൻ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് നമ്മുടെ ഫോണിന് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ലോക്ക് സ്ക്രീൻ ബട്ടണും 2 വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിം ട്രേ ആണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്. സിം ട്രേ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മുടെ സിം ട്രേ വരുന്നത് SD കാർഡിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് വരുന്നില്ല. നമ്മുടെ ഒന്നെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 നാനോ സിമ്മാണ് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഇതിന്റെ അടിഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ ഒരു C ടൈപ്പ് പോർട്ടും കാണാം, ഒരു 3.5mm ഒരു ഹെഡ്സെറ്റ് ജാക്കും കാണാം, ഒരു സ്പീക്കറും കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ മോൾ ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ IR അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷനും പിന്നെ ഒരു സെക്കൻഡറി സ്പീക്കറും ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് നമ്മുടെ ഫോണിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ട് ചെയ്ത് നമ്മുടെ എല്ലാ കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഫോണിന്റെ ഫസ്റ്റ് ലുക്ക് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൽ എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫോൺ നമ്മുടെ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിലൊരു ലോക്കലായിട്ട് ഗെയിംസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്കത് നേരെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഹാർഡ് കേസാണ് നമ്മുടെ ബോക്സിൽ നമ്മുടെ പോക്കോ X3 വരുന്നത്. നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. എല്ലാത്തിനും കറക്റ്റ് ഗ്യാപ്പും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് നമ്മുടെ പോക്കോ X3 വരുന്നത്. ദെൻ നമ്മുടെ ഫോൺ വരുന്നത് തന്നെ MIUI 12 ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ MIUI 12 ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഒരു 6GB RAM 120GB ഇന്റേണലിലാണ്. അതുപോലെ തന്നെ CPU നോക്കുകയാണെങ്കിൽ ഒക്ടാകോർ മാക്സിമം 2.30 GHz ആണ് നമ്മുടെ CPU വരുന്നത്. ദെൻ നമുക്ക് നമ്മുടെ ഫോണിന്റെ ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം. നമ്മുടെ MIUI 12 യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, MIUI 12 ഒരു ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ പ്രോ ഓപ്ഷനിൽ വീഡിയോ വന്നിട്ടുള്ളത് തന്നെയാണ്. ദെൻ വീഡിയോ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 4K at 30 FPS വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 720 at 30 FPS 1080 at 30 FPS 1080 at 60 FPS ദെൻ 4K at 60 FPS ആണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ മൂവി ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് അതുപോലെ തന്നെ മാക്രോ ലെങ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നമുക്ക് നമ്മുടെ ക്യാമറയിൽ മോർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ നൈറ്റ് അതുപോലെ തന്നെ 64 മെഗാപിക്സൽ ദെൻ ഷോർട്ട് വീഡിയോ, പെനോരമ, ഡോക്യുമെന്റ്സ്, വ്ലോഗ് ഇതൊക്കെ സാധാ ഫോൺസിലുള്ളതാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരേ സമയം അറ്റ് എ ടൈം തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ ഒരുമിച്ച് നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്നതാണ്. ദെൻ വാട്ടർ മാർക്ക് അതുപോലെ തന്നെ ലോങ് എക്സ്പോഷർ ദെൻ
ക്ലോൺ ഇപ്പോൾ വരുന്ന ഫോൺസിൽ ഒരു അടിപൊളി പീസ് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ അടിപൊളിയായിട്ട് ക്ലോണിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് സാധിക്കും. ഞാനിതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് കാണുന്നതായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ മോറിൽ തന്നെ വേറെ ഓപ്ഷൻ വരുന്നത് ലോങ് എക്സ്പോഷർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ലോങ് എക്സ്പോഷറിൽ തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെ എടുത്ത ഫോട്ടോസും വീഡിയോസും ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ദെൻ നമ്മുടെ ഫോട്ടോ ഓപ്ഷനിൽ തന്നെ ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഒരു പുതിയ 2-3 ഫിൽറ്റേഴ്സ് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് ഒന്നാമത്തെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള നോർമൽ ഫിൽറ്റർ തന്നെയാണ്. പിന്നെ വിവിഡ് എന്ന് പറയുന്ന ഫിൽറ്റർ ആകുമ്പോൾ ഒന്നുകൂടി കളർ പോപ്പപ്പ് ചെയ്ത് കാണിക്കും. ഇതിലൊരു 3ാമത്തെ ഫിൽറ്ററാണ് നമ്മുടെ ഗോൾഡ് വൈബ്സ് എന്ന് പറയുന്ന ഫിൽറ്റർ. ഒരു അടിപൊളി ഫിൽറ്റർ തന്നെയാണ്. ഇത് റെഡ് ആയതുകൊണ്ട് നിങ്ങൾ കാണിക്കുമ്പോൾ ഒരു ഓറഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രീൻ ഒക്കെ ആകുമ്പോൾ, അതായത് നമ്മുടെ എടുക്കുന്ന ഫോട്ടോ ഒരു നമ്മുടെ പച്ചപ്പുള്ളൊരു ഏരിയ ആണെങ്കിൽ അടിപൊളി ഫീച്ചർ തന്നെയാണ്. ഈ ഒരു ഗോൾഡ് വൈബ്സ് ഫീച്ചർ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയുന്നതായിരിക്കും ആ കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡീമെറിറ്റ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് പോകാം. ഡീമെറിറ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ചിലവർക്ക് മാത്രം ഇഷ്ടപ്പെടാത്തൊരു ഫീച്ചർ ആയിരിക്കും ഇതൊരു തിക്നെസ് എന്ന് പറയുന്നത്. അതായത് ഒരു 10.1 mm ഒരു തിക്നെസ് ആയിട്ടുള്ള ഫോണാണ് നമ്മുടെ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 225 ഗ്രാംസിന്റെ വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫോൺ അത്രയ്ക്ക് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം വെച്ചാൽ ചിലവർ ചിലപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഫോൺ യൂസ് ചെയ്തവരായിരിക്കാം ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ നല്ല വെയിറ്റുള്ള ഫോൺ യൂസ് ചെയ്തവരായിരിക്കാം ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഒരു 210 അത്രയ്ക്ക് ഗ്രാംസിന്റെ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ദെൻ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ റിയൽമി 6i പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പീക്കർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പീക്കറാണ്. പക്ഷേ നമ്മുടെ ഫോൺ കവർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൈബ്രേഷൻ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പോക്കോ X3 ഒരു കിടുക്കാച്ച് അൺബോക്സിംഗ് ആണ് ചെയ്തത്. ഇനി ഇതിന്റെ പിന്നാലെ തന്നെ ഇതിന്റെ റിവ്യൂ, അതുപോലെ തന്നെ ഇതിന്റെ ഗെയിമിംഗ് റിവ്യൂ, ദെൻ ക്യാമറ റിവ്യൂ എല്ലാം ഡീറ്റെയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ അതിലുള്ള വീഡിയോസ് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ പാക്കലാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust.